ഹായ് വെൽക്കം ടു എജുഫിക്സ് അക്കാദമി. ഇഗ്നോ 2026 ജൂൺ സെഷനിലുള്ള എക്സാമിൻ്റെ ഡേറ്റ് ഷീറ്റ് ഇഗ്നോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 2026 ഫെബ്രുവരി 17-ാം തീയതിയാണ് ഇഗ്നോ ഈ ഒരു ഡേറ്റ് ഷീറ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതൊരു താൽക്കാലിക ടെൻറ്റേറ്റീവ് ഡേറ്റ് ഷീറ്റാണ്. ഇത് ഇനിയും മാറാൻ ചാൻസുകളുണ്ട്. ഇത് ഏകദേശം നിങ്ങളുടെ എക്സാം ഏതെല്ലാം ഡേറ്റുകളിലാണ് വരിക എന്നുള്ളത് മനസ്സിലാക്കി എക്സാം രജിസ്റ്റർ ചെയ്യുവാനുള്ള ഒരു മുന്നൊരുക്കം മാത്രമാണ് ഈ ഒരു ഡേറ്റ് ഷീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ഈ ഒരു ഡേറ്റ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു PDF ഫയലായിട്ടാണ് വരുന്നത്. ഇതിൽ ഡേറ്റ് അതുപോലെ ഈ മോർണിംഗ് ഈവനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു 2 സെഷനിലായിട്ടാണ് ഓരോ ഡേറ്റിലും എക്സാം നടത്തപ്പെടുന്നത്. ജൂൺ 1 മുതൽ തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ മോർണിംഗ് ടൈം എന്ന് പറയുന്നത് 10 മണി മുതൽ 1 മണി വരെയും, അതുപോലെ ഈവനിങ് സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെയാണ് എക്സാം ഉണ്ടായിരിക്കുക. ഏകദേശം 3 മണിക്കൂറാണ് ഓരോ എക്സാമിനും ടൈം ഉണ്ടായിരിക്കുക. അത് പിന്നെ പേപ്പറിനനുസരിച്ചിട്ട് ടൈം ചെറിയ ഡിഫറൻസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സബ്ജക്റ്റ് ഇതിൽ നിന്ന് ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളിത് ഒരുപാട് സ്ക്രോൾ ചെയ്യേണ്ടി വരും. പകരം നിങ്ങൾക്ക് ഒരു സെർച്ച് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു BCom സ്റ്റുഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ BCOC 131 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റിൻ്റെ എക്സാം ആണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡേറ്റിലാണ് നിങ്ങളുടെ എക്സാം നടത്തപ്പെടുക. അതായത് 13/6/2026 സാറ്റർഡേ ഈവനിങ് സെഷനിലാണ് നിങ്ങളുടെ എക്സാം ഉണ്ടായിരിക്കുക. അതായത് 2 മണി മുതൽ 1 മണി വരെ. സപ്പോസ് നിങ്ങൾ വേറെ ഒരു സബ്ജക്റ്റാണ് MBAയുടെ MMPC 001 എന്നുള്ള ഒരു സബ്ജക്റ്റാണ് നിങ്ങൾ എക്സാം എഴുതുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സാം നടത്തപ്പെടുന്നത് 19/6/2026 ഫ്രൈഡേ ജൂൺ 19-നാണ് എക്സാം നടത്തപ്പെടുക. അതും ഈവനിങ് സെഷൻ 2 മണി മുതൽ 5 മണി വരെയാണ് അതിൻ്റെ ടൈമിങ്ങും വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സബ്ജക്റ്റുകളുടെ എന്നാണ് എക്സാം ഉള്ളത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്യുക. എക്സാം രജിസ്ട്രേഷൻ്റെ വിൻഡോ അവൈലബിൾ ആയിട്ടില്ല. അത് അവൈലബിൾ ആവുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ചാനലുകളിലും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അറിയിക്കുന്നതാണ്. ഓക്കെ.